അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദ്രസ ഗൈഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ 10ാം ക്ലാസ്സിലെ തഫ്സീറിൽ വന്ന ചോദ്യപേപ്പറാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ന്യൂസിലു ബിൽ മുനാസ് മിമ്മ യുനാസിബു, ചോദിച്ചതിൽ നിന്നും തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് അന്നാദി ക്ലബ്ബ്, സദസ്യർ, അൽ ആലം ലോകം, ഹുനഫാ ചാന്നവരായത് എന്ന്, സത്യമതത്തിലേക്ക് ചാന്നവരായി, ലഹൂദ് ജൂതന്മാർ, അഖ്ദൽ ഖാളീൻ ഏറ്റവും നല്ല വിധികർത്താവ്, അന്നസ്വാറ ക്രൈസ്തവർ. ഇനി ചോദ്യങ്ങൾ നോക്കാം. കുല്ലുമാസി അല്ലാഹ്, അള്ളാഹു അല്ലാത്തതെല്ലാം. അതെന്തിനെ പറ്റിയാണ് അള്ളാഹു അല്ലാത്തതെല്ലാം എന്ന് പറഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ തഫ്സീർ നാം പഠിച്ചു. ആലം എന്ന് പറഞ്ഞാൽ കുല്ലുമാസി വല്ലാഹി തആല, അള്ളാഹു അല്ലാത്ത എല്ലാം ഒന്നടങ്കത്തിന് പറയുന്ന പേരാണ് ആലം. അപ്പോൾ കുല്ലുമാസി വല്ലാഹ്, അതിൻ്റെ ആൻസർ അൽ ആലം. അൽ മഗ്ളൂബു അലൈഹിം, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് വിധേയമാക്കപ്പെട്ടവർ. ഫാത്തിഹയിൽ തന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് വിധേയമാക്കപ്പെട്ടവരോ വഴി പിഴച്ചവരോ അല്ലാത്ത അള്ളാഹു അനുഗ്രഹം ചെയ്തവരെന്ന് പറഞ്ഞു. ആരാണ് ഈ ദേഷ്യത്തിന് വിധേയമാക്കപ്പെട്ടവരെന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്? വഹുമുൽ യഹൂദ് എന്നവിടെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അൽ മഗ്ളൂബു അലൈഹിം എന്ന് പറഞ്ഞാൽ അൽ യഹൂദ്, അദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അന്നസ്വാറ. അടുത്തത് അഹ്കമുൽ ഹാക്കിമീൻ. പദം കേൾക്കുമ്പോഴേ നമുക്കറിയാം അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. എന്താണ് അഹ്കമുൽ ഹാക്കിമീൻ്റെ തഫ്സീർ പറഞ്ഞത്? അഖ്ദൽ ഖാളീൻ, വിധികർത്താക്കളിൽ ഏറ്റവും നന്നായി വിധിക്കുന്നവൻ. അൽ മക്കാനുല്ലദി യജ്തമിഉ ഫീഹി നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അതേത് സൂറത്തിൽ പ്രയോഗിച്ചാണെന്ന് ഓർമ്മയുണ്ടോ? അതേത് സൂറത്തിൽ വന്നതാണെന്ന്? സൂറത്തുൽ അലഖിൽ പറയുന്നുണ്ട്. ഫല്ലദഉ നാദിയ, അബൂജഹൽ അവൻ്റെ സദസ്യരെ വിളിച്ചു കൊള്ളട്ടെ. അതായത് അഹ്ലു മജ്ലിസിഹി, അവൻ്റെ സദസ്യർ. അപ്പം നാദി എന്ന് പറഞ്ഞാൽ അൽ മക്കാനുല്ലദി യജ്തമിഉ ഫീഹി നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാണ് നാദി എന്ന് പറഞ്ഞത്. അവിടെ സൂറത്തുൽ അലഖിൻ്റെ തഫ്സീറിൽ നാദിഹൻ്റെ തഫ്സീർ കൊടുത്ത അഹ്ലു സദസ്യരെ എന്നാണ്. അപ്പോൾ ഇവിടെ എന്നോട് യോജിച്ചത് അൽ മക്കാനുല്ലദി യജ്തമിഉ ഫീഹി നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നതിനോട് യോജിച്ചത് അന്നാദിയാൻ. അടുത്തത് മാഇലീന ഇലൽ ഖൈർ, നന്മയിലേക്ക് ചാനവരായിട്ട്. അദ്ദേഹത്തിൻ്റെയാണ് ഹുനഫാ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ എന്ന് പറഞ്ഞു. ആ ഹുനഫാൻ്റെ വ്യാഖ്യാനം അവിടെ കൊടുത്തത് മാഇലീന ഇലൽ ഖൈർ, നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാ നിലയിൽ, നന്മയോട് യോജിച്ചവരാ നിലയിൽ. അടുത്ത ചോദ്യം, നുമയ്യിദു സ്വഹീഹ ബിഹാദിഹി, ഈ ശരി ചിഹ്നം ഇട്ടുകൊണ്ട് ശരി അതിന് അടയാളം കൊടുക്കാനാണ്. ഒന്നാമത്തേത് ഫിറഖുൽ യഹൂദ്, യഹൂദികളിലെ ഗ്രൂപ്പുകൾ. യഹൂദികളിലെ ഗ്രൂപ്പുകളെ മറ്റും പറഞ്ഞത് ഏത് പാഠത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? സൂറത്തുൽ ബയ്യനയിലാണ്. അവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇന്നൽ യഹൂദ ഇഖ്തലഫു അലാ 71 ഫിർഖ, യഹൂദികൾ 71 ഗ്രൂപ്പുകളായി ഭിന്നിച്ചു. ഇന്ന നസ്വാറ ഇഖ്തലഫു അലാ 72, നസ്വാറാക്കൾ 72 ഗ്രൂപ്പുകളുമായി. അപ്പോൾ യഹൂദികളിലേത് 71. അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ നദികൾ. അതും സൂറത്തുൽ ബയ്യനയിൽ തന്നെ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി, അവർക്ക് റബ്ബിൻ്റെ അടുക്കലുള്ള പ്രതിഫലം അരുവികൾ താഴ്ഭാഗത്തിലൂടെ ഒരുന്ന തോട്ടങ്ങളാണെന്ന് പറഞ്ഞു. അവിടെ സ്വർഗത്തിലെ അരുവികൾ എത്രയെന്ന് പറഞ്ഞു? 4 അരുവികളാണ്. കള്ളിനാലുള്ളത്, വെള്ളത്തിനാലുള്ളത്, തേനിലാലുള്ളത്, പാലിനാലുള്ളത്. ഇങ്ങനെ 4 അരുവികളാണ് സ്വർഗത്തിലുള്ളത്. അടുത്ത ചോദ്യം, തഅദീലു റുബുഅൽ ഖുർആൻ, ഖുർആനിൻ്റെ 4/1 തുല്യമായത് സൂറത്ത് ഏതാണ്? സൂറത്തുൽ കാഫിറൂന, സൽസല, നസർ. ഇതിലേതാണ് ഖുർആനിൻ്റെ 4/1 തുല്യമായത്? സൂറത്തുൽ കാഫിറൂനയാണ്. സൂറത്തുൽ കാഫിറൂനയെ പറ്റിയാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. വഹിയ തഅദീലു റുബുഅൽ ഖുർആൻ, അത് വിശുദ്ധ ഖുർആനിൻ്റെ 4/1 തുല്യമാകുമെന്ന് ഹദീസിൽ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മറ്റൊരു അധ്യായത്തിനെ പറ്റിയും ഖുർആനിൻ്റെ 4/1 റസൂൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേത് അധ്യായത്തിനെ പറ്റിയാണെന്ന് അറിയോ? സൂറത്തുൻ നസ്റാൻ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതിനെപ്പറ്റിയും ഖുർആനിൻ്റെ 4/1 തുല്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നസ്റിനെ പറ്റി.
അപ്പോൾ ഈ ചോദ്യത്തിലെ ഓപ്ഷനിൽ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ നെസ്റും ഇതിൻ്റെ ആൻസറായി വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ആഖിറു സൂറത്തിൻ നസലത്ത്, അവസാനമായി അവതരിച്ച സൂറത്ത് അതേതാണ്? അവസാനമായി അവതരിച്ച സൂറത്തുൻ നെസ്റാണ്. മിൻ അസ്മായി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ നാമങ്ങളിൽപ്പെട്ടത്. സൂറത്തുൽ ഇഖ്ലാസിന് പല നാമങ്ങളുണ്ട്. തൻസീൽ, തജ്രീദ്, തൗഹീദ്, നജാത്ത്, വിലായത്ത് എന്നിങ്ങനെ പല നാമങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നജാത്ത്, മസദ്, കൗസർ എന്നിവയാണ് ഓപ്ഷൻ. ഏതാണ് ആൻസർ? അൻ നജാത്ത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നുബയ്യിനു, വിശദീകരിക്കാനാണ് ചോദ്യം. മഅന മലിക്കിന്നാസ്, മലിക്കിന്നാസിൻ്റെ അർത്ഥം. സൂറത്തുന്നാസിലെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. എന്താണ് മലിക്കിന്നാസിൻ്റെ അർത്ഥം? അൽ മുത്തസദ്ദിഫ് ഫീഹിം ബി അൻവാഇ തസറുഫാത്ത്, ജനങ്ങളുടെ എല്ലാവിധ ക്രയവിക്രയങ്ങളും നിയന്ത്രിച്ച് നടത്തുന്നവനായ എന്നാണ് അർത്ഥം. ഫായിദത്തു ഖിറാഅത്തുൽ ഇഖ്ലാസ് 10 മറ, സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം ഓതുന്നതിൻ്റെ പ്രതിഫലം. അതിൻ്റെ ഫായിദ ഗുണം എന്താണ്? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചെടുത്ത ഹദീസുണ്ട്. എന്താണ് ഹദീസ്? മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു 10 മറാത്തിൻ ബുനിയ ലഹു ബിഹാ ഖസ്റുൻ ഫിൽ ജന്ന, 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അതിന് പ്രത്യുപകാരമായി സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കപ്പെടും അവന്. വമൻ ഖറഅഹ 20 മറ ബുനിയ ലഹു ബിഹാ ഖസ്റാൻ ഫിൽ ജന്ന, 20 തവണ ഓതിയാൽ അവന് സ്വർഗ്ഗത്തിൽ 2 കൊട്ടാരം നിർമ്മിക്കപ്പെടും. വമൻ ഖറഅഹ 30 മറ ബുനിയ ലഹു ബിഹാ 3 ഖുസൂരിൻ, 30 തവണ ഓതിയാൽ 3 കൊട്ടാരവും നിർമ്മിക്കപ്പെടും. ഇതാണ് ശ്രേഷ്ഠത പറയപ്പെട്ടത്. അപ്പോൾ എഴുതേണ്ടതെന്നാണ്? സ്വർഗത്തിലൊരു വീട്, ഒരു ഭവനം നിർമ്മിക്കപ്പെടും. ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന. മൂന്നാമത്തേത് ഔസാഫുൽ ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ. നമ്മൾ സൂറത്തുൽ കൗസർ എന്ന അധ്യായം പഠിച്ചിട്ടുണ്ട്. അതിൽ ഹൗദുൽ കൗസറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? തുറാബുഹു മിസ്കുൻ, അതിലെ മണ്ണെന്താണ്? കസ്തൂരിയാൻ. ഹസ്ബാഹുൽ, അതിൽ കിടക്കുന്ന ചിരൽക്കല്ലുകൾ മുത്തുകളാണ്. മാഉഹു അബിയദു മിനൽ ലബൻ, ഇത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വഹലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ആനിയത്തുഹു അദദുൻ നുജൂം, അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തിനത്രയുണ്ട്. നാലാമത്തെ ചോദ്യം, അന്നാസ് അർബഅത്തു അഖ്സാമിൻ മൻഹും, ജനങ്ങൾ 4 വിധമുണ്ട്. ആരാണ് ഈ 4 വിഭാഗക്കാർ? ആരാണ് എന്നതാണ് ചോദ്യം. ഇത് ഏത് സൂറത്തിനെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണെന്ന് മനസ്സിലായോ? സൂറത്തുൽ ളുഹായുടെ അവസാനത്തിൽ ഒരു നോട്ട്സ് പ്രത്യേകം കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ജനങ്ങൾ 4 വിഭാഗമാണ്. ഏതൊക്കെയാണ് 4 വിഭാഗങ്ങൾ? ഒന്ന്, മൻ ലഹുൽ ഖൈറാനി മൻ ലഹുൽ ഖൈറു ഫിദ്ദാറൈൻ, ഇരു വീട്ടിലും ഗുണം നേടുന്നവർ, ഗുണമുള്ളവർ. അതാരാണെന്നും പറഞ്ഞു. അഹ്ലു ത്വാഅത്തിൽ അഗ്നിയ, സമ്പന്നരായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവർ. അവർക്ക് പ്രത്യക്ഷത്തിൽ ദുനിയാവിലും ഗുണമുണ്ട്, ആഖിറത്തിലും ഗുണമുണ്ട്. രണ്ടാമത്തേത് മൻ ലഹു സൂറത്തു ശദ്ദിൻ ഫിദ്ദുനിയ വ ഖൈറുൻ ഫിൽ ആഖിറ, കാഴ്ചയിൽ ദുനിയാവിൽ ഷർറാണ്, ബുദ്ധിമുട്ടാണ്, ആഖിറത്തിൽ ഗുണവുമാണ്. അങ്ങനത്തെ ഒരു വിഭാഗം. അതാരാണ്? ഫുഖറാക്കളായ മുഅ്മിനീങ്ങൾ. മൂന്നാമത്തേത് മൻ ലഹു ഷർറു ഫീഹിമ, ഇരു ലോകത്തും ഷർ അനുഭവിക്കുന്നവർ. അതാരാണ്? അൽ കഫറത്തുൽ ഫുഖറ, ദരിദ്രരായ അവിശ്വാസികൾ. നാലാമത്തേത് മൻ ലഹു സൂറത്തു ഖൈരിൻ ഫിദ്ദുനിയ വ ഷർറുൻ ഫിൽ ആഖിറ, ദുനിയാവിൽ നന്മയുടെ കോലമൊക്കെ ഉണ്ട്, ഈ ഐശ്വര്യമൊക്കെ ഉണ്ട്, ആഖിറത്തിൽ ബുദ്ധിമുട്ടിലകപ്പെടുന്നവർ. അതാരാണ്? കാഫിരീങ്ങളായ സമ്പന്നർ. ഇങ്ങനെ ജനങ്ങളെ 4 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നുജീബു, ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അൽ ഇബാദത്തു നൗആനി, ഇബാദത്ത് 2 ഇനമുണ്ട്. ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം ഇബാദത്തിൻ്റെ നിർവചനം പറഞ്ഞിട്ടുണ്ട്. അൽ ഇബാദത്തു ഹിയ ഇത്യാനു അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുൽ ഖൽബൻ വഖാലബൻ, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഏറ്റവും പരമമായ വിധേയത്വവും വണക്കവും കാണിക്കലിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അത് 2 വിധമുണ്ട്, ഖൽബിയ, ഖാലബിയ. ഇത് ഏതൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖൽബിയ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദുർ റുബൂബിയ്യത്തി ലില്ലാഹി തആല, റബ്ബ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കുക. ഖാലബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ വിവിധ രൂപങ്ങൾ അവൻ നിർവഹിക്കുക. സ്വലാത്ത്, നോമ്പൊക്കെ അതിൽപ്പെട്ടതാണ്. കൈഫ ഹദല്ലാഹു നബിയ, അല്ലാഹു തആല നബിയെ എങ്ങനെയാണ് ഹിദായത്തിലാക്കിയത്? സൂറത്തുൽ ളുഹായിൽ പറഞ്ഞല്ലോ,
വവജദക്ക ലോഅല്ലം ഫഹദ, തങ്ങളെ നാം ലോഅല്ല എത്തിച്ചു എന്നിട്ട് ഹിദായത്താക്കി. അപ്പം എന്താണ് ഈ ലോഅല്ല എത്തിക്കുക ഹിദായത്താക്കുക എന്ന് പറഞ്ഞാൽ? ലോഅല്ല എത്തിക്കുക എന്ന് പറഞ്ഞാൽ വഴികേടിലായി വഴിപിഴച്ചു പോയി ആളായി എത്തിച്ചു എന്നാണോ? അല്ല, മറിച്ച് ശരീഅത്തിൻ്റെ നിയമവ്യവസ്ഥ തങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഫഹദ, തങ്ങളെ അള്ളാഹു ഹിദായത്തിലാക്കി. അഥവാ ഹദാ കീല ശരീഅത്തി ബിഇൻസാലിഹയിലേക്ക, തങ്ങൾക്കൊരു ശരീഅത്ത് ഇറക്കിക്കൊണ്ട് തങ്ങളെ ശരീഅത്തിൻ്റെ ആളാക്കി. ഞാൻ ബിഇൻസാലി ശരീഅത്തി അലൈഹി, അതാണ് ആൻസർ. തങ്ങൾക്ക് ശരീഅത്ത് ഇറക്കി കൊടുത്തുകൊണ്ടാണ് തങ്ങളെ ഹിദായത്താക്കിയത്. അസ്ഹാബുൽ ഫീൽ മൻഹും, അസ്ഹാബുൽ ഫീൽ ആനക്കാരാരാണ്? നമുക്കറിയാലോ, അബർഹത്തുൻ വജൈഷുഹു, അബർഹത്തും സൈന്യവുമാണ്. ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ ഹുമസ അവതരിച്ചത് ആരുടെ കാര്യത്തിലാണ്? ആരെപ്പറ്റിയാണ് സൂറത്തുൽ ഹുമസ അവതരിച്ചത്? ഫീമൻ ഖാൻ ഇർതാബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുഅ്മിനീങ്ങളെയും ഗീബത്ത് പറയുന്ന ആൾക്കാരുടെ കാര്യത്തിലാണ് സൂറത്തുൽ ഹുമസ അവതരിച്ചത്. ഉമയ്യത്ത് ബിൻ ഖലഫിനെയൊക്കെ അവിടെ പരാമർശിച്ചു നാം സൂറത്ത് തഫ്സീറിൽ. അയിന നസലൽ ഖുർആൻ അവ്വലൻ, ഖുർആൻ ആദ്യമായി അവതരിച്ചത് എവിടെയാണ്? വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ചത് ഖാർ ഹിറായിലാണ്. ഹിറാ ഗുഹയിലിരിക്കുമ്പോഴാണല്ലോ സൂറത്തുൽ അലഖിൻ്റെ ആദ്യങ്ങൾ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവതരിക്കുന്നത്. അപ്പം ആൻസർ ഖാർ ഹിറാ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നുഫസ്സിറു ബിൽ അറബിയ്യ, അറബിയിൽ തഫ്സീർ എഴുതുക. ഇത് നമ്മൾ അറബിയിൽ തന്നെ എഴുതണം. ഫഅസർന ബിഹി നഖഅ, ആയത്ത് നമുക്കറിയാം, സൂറത്തുൽ ആദിയാത്തിലെ ആയത്താണ്. ഫഅസർന ബിഹി നഖഅ, എന്താണ് തഫ്സീർ? ഫഹയ്യജ്ന ബിഹി, ആ ശത്രുവിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്തു? മണ്ണിനെ ഇളക്കി പുറപ്പെടുവിച്ചു. ഒബാറം മിൻ ഷിദ്ദത്തിൽ ഖിത്താൽ, ശക്തമായ യുദ്ധം കാരണത്താലുള്ള പൊടിപടലങ്ങൾ ഇളക്കി പുറപ്പെടുവിച്ചു. വഹുസ്സില മാഫി സുദൂർ, ഹൃദയത്തിലുള്ളതിനെ വെളിവാക്കപ്പെട്ടാൽ എന്താണ് അതിൻ്റെ? അതും അതേ ആയത്തിൽ തന്നെ ഹൃദയത്തിലുള്ളത് വെളിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുയ്യന മാഫിൽ ഖുലൂബി മിനൽ കുഫ്രി വൽ ഈമാൻ, ഹൃദയത്തിലുള്ള കുഫ്രിയത്തിനെയും ഈമാനിനെയും വെളിവാക്കപ്പെട്ടാൽ എന്നാണ്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, സൂറത്തുൽ കൗസറിലാൻ. എന്താണ് ഈ ഷാനിൻ്റെ അർത്ഥം? ഇന്ന മുബഗിളക എന്നാണ്, തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചവൻ എന്നാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുൻഖത്തിഉ അൻ കുല്ലി ഖൈർ, എല്ലാ ഖൈറിനെ തൊട്ടും നന്മയെ തൊട്ടും മറ്റുപോയവൻ. വവജദക ളാല്ലൻ, തങ്ങളെ ളാല്ലായി എത്തിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു ളാല്ലായി എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഖാലിയം മിന ശരീഅ, ശരീഅത്തിൽ നിന്ന് ഒഴിവായ ആളായിട്ട് എത്തിച്ചു. മറിച്ച് ഏതല്ല? സത്യമായ റൂട്ടിൽ നിന്നും തെറ്റിയ ആളായി വഴിതെറ്റി നടന്ന ആളായി എത്തിച്ചു എന്ന് അല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എന്താണ് എൻ്റെ തഫ്സീർ? നഖുസ്സുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആന, ആരാധന കൊണ്ടും സഹായതേട്ടം കൊണ്ടും അല്ലാഹുവേ നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. ഇതാണ് അറബിയിലുള്ള തഫ്സീർ എഴുതാൻ ചോദിച്ചാൽ നമ്മൾ 20 എഴുതേണ്ടത്. അടുത്ത ചോദ്യമുള്ളത് നുത്തറജിമു ബി അറബി മലയാളം, അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. മാ വദ്ദഅക റബ്ബുക വമാ ഖല, എന്താണ് അർത്ഥം? മാ വദ്ദഅക, തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, റബ്ബുക തങ്ങളുടെ റബ്ബ്, തങ്ങളോ, വമാ ഖല തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. സൂറത്തുൽ ദുഹായിലായത്താണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ, സൂറത്തുൽ ഖദറിലായത്താണ്. നമുക്ക് അറിയാം, പ്രഭാതം വിടരുന്നത് വരെ അത് രക്ഷയാകുന്നു. ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, സൂറത്തുൽ ബയ്യനയിലെ ആയത്താണ്. അള്ളാഹുവിന് ആരാധന ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, ഇതൊരു മഹാന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒരു വാചകമാണ്. ഇത് ഏത് സൂറത്തിലാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്? സൂറത്തുൽ അലഖിൽ. ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ് എന്ന് സൂറത്തുൽ അലഖിൽ പറഞ്ഞല്ലോ. അവിടെ നാം തഫ്സീർ പറഞ്ഞപ്പോൾ വിശദീകരിച്ചതാണ്. ആദ്യമായി പേന കൊണ്ട് എഴുതിയ ആളാരാണെന്നൊക്കെ നാം അവിടെ പറഞ്ഞു. ആദ്യമായി പേന കൊണ്ട് എഴുതിയ ആളാരാണെന്നറിയോ? ഇദ്രീസ് അലൈഹിസ്സലാമാണ്. അവിടെയാണ് നാം ഇത് പറഞ്ഞത്. ഈ ഒരു വാചകം, ഈ ഒരു ഉദ്ധരണി, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, നിങ്ങൾ ഇൽമിനെ എഴുത്തുകൊണ്ട് ബന്ധിപ്പിച്ച് നിർത്തുക, ബന്ധനം ചെയ്യുക. അടുത്ത ചോദ്യം നക്തുബുൽ മഅനാ ബിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതുക. അലഖുൻ, അലഖ് എന്ന് പറഞ്ഞാൽ ദമുൻ ഖലീൽ, കട്ടിയുള്ള രക്തം. ബലിയത്തുൻ, സൃഷ്ടികൾ. ഖലീഖത്തുൻ, ലയത്തുഗാ ഇൻസാന ലയത്തുഗാ ലയതമറദു, അഹങ്കരിക്കുമെന്നാണ് ലയത്തുഗാ എന്നതിൻ്റെ അർത്ഥം.
തഫ്സീറിൻ്റെ ഒരു മോഡൽ ചോദ്യമാണ് ഞാനിപ്പോൾ വിശകലനം ചെയ്തത്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും നിങ്ങളിത് ആൻസർ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന രൂപത്തിൽ എല്ലാവരും പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.